ഓക്കെ, ഇന്ന് നമുക്ക് റോൾസ് തിയറത്തെ പറ്റി പഠിക്കാം. ആദ്യം തന്നെ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇതെന്ന് കൺസിഡർ ചെയ്യുക. ഇത് ഫ്രം എ എന്ന് പറഞ്ഞ പോയിന്റ് തുടങ്ങി ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യണു. ആൻഡ് ഈ എയിലെയും ബിയിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സം നമ്പേഴ്സ് ഡി, സെയിം വാല്യൂ ആണ് അതിന്. ആൻഡ് ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എ തൊട്ട് ബി വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഓരോ പോയിന്റിലും അതിൻ്റെ ടാൻജൻ ലൈൻ വരച്ച് നോക്കുകയാണ്. അപ്പോൾ എയിലെ ടാൻജൻ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എയിലേക്കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്തോറും ടാൻജൻ ലൈനും മൂവ് ചെയ്ത് ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് നമ്മുടെ ടാൻജൻ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് at that point the function have a horizontal tangent line. ടാൻജൻ ലൈൻ ഹൊറിസോണ്ടൽ ആണ് അല്ലെങ്കിൽ എക്സ് ആക്സിസിനോട് പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ ലൈൻ, ദാറ്റ് മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ് 0 ആണ്. ഇതിൻ്റെയും ആംഗിൾ 0 ആണ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഈ പോയിന്റിനെ ഞാൻ സം സി എന്ന് വിളിക്കുക. So there exists a point C between A and B such that derivative of the function at that point is 0. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുക. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാലും എ തുടങ്ങി ബി വരെ ഉള്ള ഈ ഫംഗ്ഷൻ്റെ പേര് ജി എന്ന് വിചാരിക്കുക. ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എ തൊട്ട് ബി വരെയുള്ള ആ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. അവിടെയും നമ്മൾ എ തുടങ്ങി ബി വരെയുള്ള ഫംഗ്ഷൻ്റെ ടാൻജൻ ലൈൻസ് വരച്ച് നോക്കുകയാണ്. ഓക്കെ, ഇവിടെയും ഏതൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഫംഗ്ഷന് ആ പോയിന്റിലെ ടാൻജൻ ലൈൻ എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ അതിനെ സി എന്ന് വിളിക്കുന്നു. ടാൻജൻ ലൈൻ പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ ലൈൻ വിൽ ബി 0. That means derivative of the function at that point will be 0. Okay, നമ്മൾ ഇപ്പോൾ കണ്ട ഒരു റിസൾട്ടിന് ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ then it will be Rolle's theorem. Rolle's theoremത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: let f be a function defined on closed interval ab to r. That is, f is a real valued function defined on a closed interval ab and it satisfies three conditions. First condition is f is continuous on closed interval ab, f is differentiable on open interval ab, and third one is f of a equal to f of b. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ then Rolle's theorem says that then there exists c belongs to open interval ab. അത് ഇമ്പോർട്ടൻ്റ് ആണ്. c belongs to open interval ab such that f dash of c equal to 0. ഇതാണ് Rolle's theoremത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. നമ്മൾ ഈ Rolle's theoremത്തിൻ്റെ പ്രൂഫിനെ രണ്ട് കേസായിട്ട് തിരിക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം അസ്യൂമിങ് ദാറ്റ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദാറ്റ് കോമൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ദെൻ എഫ് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ ബി ആണെങ്കിൽ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് 0 ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി. സോ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏത് നമ്പറിനെയും നമ്മുടെ റിക്വയർഡ് നമ്പർ സി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് കേസിൽ നമ്മുടെ റിസൾട്ട്, നമ്മുടെ തിയറം ഒബ്വിയസ് ആണ്, പ്രൂഫൊക്കെ. ഓക്കെ, ബാക്കി വരുന്ന കേസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ല, ത്രൂ ഔട്ട് എ ബി നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ല. ദാറ്റ് മീൻസ് ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു ഡി ആണെങ്കിൽ then there exists a point p belongs to open interval ab such that f of p not equal to d. d യിൽ നിന്നും വേറൊരു വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയാം. സോ നോട്ട് ഈക്വൽ ടു ഡി ആണെങ്കിൽ എയ്തർ ലെസ് ദാൻ ഡി ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഡി ആയിരിക്കും. ഞാൻ ഇപ്പോൾ ലെസ് ദാൻ ഡി എന്നൊരു കേസാണ് ഇവിടെ നോക്കാൻ പോണേ. മറ്റേ കേസും എഫ് ഓഫ് പി ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ളത് സിമിലർലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ അസ്യൂം ദാറ്റ് എഫ് ഓഫ് പി ലെസ് ദാൻ ഡി. എഫ് ഓഫ് പി ലെസ് ദാൻ ഡി ആണെങ്കിൽ നമ്മൾ എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിരുന്നു. ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി then it have an absolute minimum point and an absolute maximum point in AB.
എ ബിയിൽ തന്നെ അതിനൊരു മിനിമം പോയിന്റും ഉണ്ട്, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റും ഉണ്ട്. സോ ഇവിടെ അബ്സല്യൂട്ട് മിനിമം പോയിന്റ് ഉണ്ട്. So there exists a C belongs to closed interval AB such that C ഒരു absolute minimum point of f ആണ്. That means ഏതൊരു x എടുത്താലും f of x എന്ന് പറഞ്ഞ വാല്യൂ f of c നേക്കാളും വലുതായിരിക്കും. f of c ആയിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഡിക്ക് ഈക്വൽ ആണ്. ഡി എഫ് ഓഫ് പി നേക്കാളും ചെറുതുമാണ്. സോ ഡി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് പി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയതുകൊണ്ട് ഒരിക്കലും എയോ ബിയോ ആവില്ല നമ്മുടെ സി എന്ന് പറഞ്ഞ വാല്യൂ. കാരണം എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഒക്കെ എഫ് ഓഫ് സിനേക്കാളും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആണ്. സോ സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എയോ ബിയോ ആവില്ല. സോ സി സ്ട്രിക്ട്ലി ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ എ ബി ആണ്. ഇനി ഫെർമാസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിരുന്നു. അതെന്താ പറയുന്നത്? ഇഫ് എഫ് ഹാവ് എ റിലേറ്റീവ് എക്സ്ട്രീമ അറ്റ് സി, then either f dash of c equal to 0 or f dash of c does not exist. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് ഓപ്പൺ ഇൻട്രവലിൽ നമുക്കൊരു അബ്സല്യൂട്ട് മിനിമം പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് റിലേറ്റീവ് മിനിമം പോയിന്റ് ആണ്. സോ സിയിൽ ഒന്നില്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താ? നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ത്രൂ ഔട്ട് ഓപ്പൺ ഇൻട്രവൽ എ ബി ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. സോ നമ്മുടെ റോൾസ് തിയറത്തിൻ്റെ പ്രൂഫ് ഇതാണ്. ഓക്കെ, നമ്മൾ ആദ്യം തുടക്കം കണ്ട ആ എക്സാമ്പിളിൽ അപ്പോൾ എന്താ നമ്മുടെ റോൾസ് തിയറത്തിൻ്റെ റോള് എന്ന് നോക്കാം. നമ്മൾ തുടക്കം കണ്ട എക്സാമ്പിളിൽ എഫിൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരുന്നു. നമ്മുടെ ഫംഗ്ഷൻ ത്രൂ ഔട്ട് എ ബിയിൽ കണ്ടിന്യൂസ് ആയിരുന്നു. ഒരു ബ്രേക്കേജോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. ഇനി ഷാർപ്പ് പോയിന്റോ പീക്ക് പോയിന്റോ ഒന്നുമില്ല. സോ എ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു സിയുടെ ഒരു എക്സിസ്റ്റൻസ് കിട്ടിയത്, ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ഉള്ള ഒരു പോയിന്റ് കിട്ടിയത്. ജിയുടെ കേസിലും സെയിം തന്നെ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. So consider f of x equal to x cube minus x. ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷന് റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ? ഞാൻ ക്ലോസ്ഡ് ഇൻട്രവൽ 0-1 കൺസിഡർ ചെയ്യണമേ. റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാം. ഇനി സോ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എന്താ? ഫസ്റ്റ് വൺ, എഫ് ഒരു ക്ലോസ്ഡ് ഇൻട്രവൽ എ ബിന്ന് ഒരു റിയൽ ലൈനിലേക്ക് പോണ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അതെ, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആൻഡ് ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻട്രവൽ എ ബി ആണോ നോക്കണം. ഇത് കണ്ടിന്യൂസ് ആണ്. എഫ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ആർ, particularly on closed interval 0-1. സെക്കൻഡ് കണ്ടീഷൻ, എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണോ? സെയിം റീസൺ തന്നെ. എഫ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻട്രവൽ 0. ത്രൂ ഔട്ട് ആറിൽ ഡിഫറൻഷ്യബിൾ ആണ്. സോ പർട്ടിക്കുലർലി ഓപ്പൺ ഇൻട്രവൽ 0-1ലും ഡിഫറൻഷ്യബിൾ ആണ്. തേർഡ് വൺ, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഓഫ് 1 എന്ന് പറയുന്നതും 0 ആണ്. സോ തേർഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റോൾസ് തിയറത്തിൻ്റെ റിസൾട്ട് കിട്ടേണ്ടതാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് 0 അറ്റൈൻ ചെയ്യണ ഏതെങ്കിലും ഒരു പോയിന്റ് 0-1 എന്ന് പറഞ്ഞ ഇൻട്രവൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 3x² - 1. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 implies 3x² equal to 1. That is x² equal to 1/3. That is x equal to plus or minus 1/√3. അല്ലെങ്കിൽ plus or minus 1/√3. ഓക്കെ, ഈ 1/√3 that is root of 1/3 എന്ന് പറയുന്ന പോയിന്റ് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ്. സോ നമുക്ക് choose
C as root of 1 by 3. Okay, so നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ 0-1 തന്നെ ഒരു പോയിന്റ് കിട്ടി where it have a 0 derivative. Okay, thank you.